ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ഒരു വെറൈറ്റി ടീ ഹബ്ബ് ഉണ്ട്. വെറൈറ്റി ടീ ഹബ്ബിൽ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം എണ്ണക്കടികളാണ് അല്ലേ? ഫുൾ ടൈം എണ്ണക്കടികളാണ്. അപ്പോൾ എണ്ണക്കടികളുടെ നമുക്ക് ഏത് തരത്തിലുള്ള കലവറയാണ്, എണ്ണക്കടികളുടെ കലവറയാണ്. കണ്ടു കഴിഞ്ഞാൽ കട ചെറിയ കടയാണ്, പക്ഷേ ഇതിനുള്ളിൽ എപ്പോഴും ആൾക്കാരായിരിക്കും. ഇപ്പോൾ രാവിലെ തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ രാവിലെ എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ കൂടുതൽ ആൾക്കാർ, കൂടുതൽ എനിക്ക് തോന്നുന്നത് ദൂരത്തുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അല്ലേ? ബസ്സുകളൊക്കെ നിർത്താറുണ്ട്. ബസ്സുകളടക്കം വന്ന് നിർത്താറുണ്ട്. ചായയും എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ട് പോവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടവിട്ടിടവിട്ട് തിരക്കുകളും നമുക്ക് എപ്പോഴും സമയം ഉണ്ടാവില്ല. എണ്ണക്കടികൾ അരമണിക്കൂർ ഇടവിട്ട് തട്ട് കയറിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ ആവശ്യപ്പെടുന്ന സുഖിയനും ബോണ്ട, വട, പിന്നെ മസാല ബോണ്ട, പഴംപൊരി, ഈ ഐറ്റങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാണ്. അതെപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഈ കാടമുട്ട കൊണ്ട് കാടമുട്ട മസാല കയറ്റും. അത് ജനങ്ങൾക്ക് ഇഷ്ടം. ഒരു 10-200 ഡെയിലി നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ കടയുടെ പ്രത്യേകതയാണ്. എല്ലാവരും അത് അന്വേഷിച്ച് വരാറുണ്ട്. കാടമുട്ട ഫ്രൈ അല്ലേ? ഫ്രൈ മസാല ചേർത്ത് നമ്മൾ കാടമുട്ട ഫ്രൈ. കാടമുട്ട ഫ്രൈ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. എണ്ണക്കടികൾ, ഏത് എണ്ണക്കടികളും രാവിലെ തൊട്ടേ അത് സ്പെഷ്യൽ. കാരണം സുഖിയനെ തൊട്ടിട്ട് പഴംപൊരി, ബോണ്ട, മസാല ബോണ്ട, പിന്നെ നമുക്ക് അതിന് പറ്റിയ ഒരാളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മൂപ്പരിങ്ങനെ അടിക്കടിക്ക് മാറ്റിയിട്ടുകൊണ്ടിരിക്കും. പിന്നെ സ്നാക്സുകൾ, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ നാട്ടുകാർ പൊതുവെ കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ വരാറ്, അവരൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകും. എപ്പോഴും ഇങ്ങനെ ദൂരത്തുനിന്ന് ആൾക്കാർ പാർസലിനായിട്ട് വരും, അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. ഈ പ്രോപ്പർ സ്ഥലം തച്ചമ്പാറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എടായിക്കൽ അടുത്താണ്. ആരോട് ചോദിച്ചാലും പറയും വെറൈറ്റി ടീ ഹബ്ബ് എവിടെ വെച്ച് കഴിഞ്ഞാൽ കാണിക്കും. കാരണം നമുക്കതൊരു സൗകര്യമാണ്. ഇവിടെ ഒഴിഞ്ഞിരുന്ന് ഒന്ന് ഫ്രീ ഗ്രൗണ്ടാണ്, സൈഡ് ഗ്രൗണ്ടാണ്. അതുകൊണ്ട് വലിയ കാര്യം, വണ്ടികൾ എത്ര വേണേൽ പാർക്ക് ചെയ്യാം. അതെ. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അറ്റ്മോസ്ഫിയറാണ്. കാറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയാണ്. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും. അതെ, പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. അതാണ്, ആ വൈബാണ് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നത്. 81 57 07 06 75. നിങ്ങൾ ഈ ഓർഡറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കില്ല, അങ്ങനെ സംഭവം ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ. നമ്മളപ്പോൾ കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് വേണ്ട ആവശ്യപ്പെടുന്ന സാധനം ഫുൾ ഇട്ട് കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ദൂരത്തിനനുസരിച്ച് ഓർഡറുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഇനി കുറച്ചുകൂടി ഞങ്ങൾ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അത് തുടങ്ങിയിട്ട് എത്ര മാസമായി? 3 മാസം ആവും. 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു പേര് കേട്ടു. എന്തായാലും വെറൈറ്റി തച്ചമ്പാറ എവിടെ അന്വേഷിച്ചാൽ നമ്മുടെ കടയെ കുറിച്ചാണ്. തച്ചമ്പാറ എവിടെ അന്വേഷിച്ചാൽ വെറൈറ്റി എന്ന് ചോദിച്ചാൽ ടീ ഹബ്ബ് എവിടെ വെച്ച് കഴിഞ്ഞാൽ പറയും. പിന്നെ വൈകുന്നേരം കൂടുതൽ നേരം ഉണ്ടെന്ന് തോന്നുന്നു, 10-10:30 11 മണിയൊക്കെ ഉണ്ട്. 11 മണിയുണ്ട്. അപ്പൊ രാത്രി ബെൻമസ്ക ഇറാനി ചായക്കാണ് ഇവിടുത്തെ പ്രത്യേകത. ഓ, അതുകൊണ്ട് ഇറാൻ ചായ ഉണ്ട്. ഇറാൻ ചായ, പിന്നെ ബ്രെഡ് ഓംലേറ്റ്, അങ്ങനെ കുറെ ഐറ്റങ്ങൾ വേറെ ഉണ്ട്. അത് വൈകുന്നേരം മാത്രം സ്റ്റാർട്ട് ചെയ്യും. ഇറാനി ചായയും ബെൻമസ്കൊക്കെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഫ്രഷ് ഓയിലാണ്. അതായത് ബാക്കി ഓയിൽ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഡെയിലി ഫ്രഷായ ഓയിൽ, അവരെ കലപ്പടമില്ലാതെ മാവ്, മിക്സിങ് വളരെ വൃത്തിയായിട്ട്, ക്വാളിറ്റിക്കൊന്നും ഒരു കുറവും വരില്ല. കെമിക്കൽസിൻ്റെ ഒരു ഐറ്റം ഇല്ല. നാച്ചുറലായിട്ട് സാധനങ്ങൾ മിക്സ് ചെയ്യുക, ലൈവായിട്ട് ഉണ്ടാക്കി ജനങ്ങൾക്ക് ഏൽപ്പിക്കുക. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതിന് ഫുൾ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഓണർ. അമ്പാടി സുധാകരൻ എന്ന് പറഞ്ഞ ആൾ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിച്ചു തരാനും അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടത്താനും വളരെ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ 3 മാസങ്ങൾക്ക് ഉള്ളവരും ഞങ്ങൾ നല്ല രീതിയിലുള്ള സ്ഥാപനം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഡെയിലി ഇവിടെ ചായ കുടിച്ചാൽ അവർക്ക് സമാധാനമുണ്ട്. എന്നിട്ട് അങ്ങനെ പോകും. പിന്നെ എണ്ണക്കടിയോ ബാക്കിയുള്ള വാങ്ങാൻ വേണ്ടി പിന്നെ വരും. ഈ ടീ സ്റ്റാളിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിവിടെ ചായ കുടിച്ചതിൽ ഓക്കെ. എനിക്കൊരു ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ എപ്പോഴും എൻ്റെ റൊട്ടീൻ, ഞാൻ ഡെയിലി ഈവനിങ് മോർണിംഗ് വന്ന് ചായ കുടിച്ച് പോകുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എണ്ണക്കടികളാണ്. ഓക്കെ, നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അധികം കടകളിൽ നമുക്ക് കിട്ടുന്ന മായം അങ്ങനെയുള്ളതൊന്നും ചേർക്കാതെ ഉപയോഗിക്കുന്ന ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാൻ നമുക്ക് പറ്റുന്നത്. ഇപ്പോഴത്തെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളതാണ് മനുഷ്യൻ കഴിക്കേണ്ടത്. അതെ, ശരിയാണ്. പ്രത്യേകം പരസ്യം ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്, അതിന് മാറ്റമൊന്നുമില്ല. അല്ല, നമുക്ക് സാധനങ്ങൾ കഴിക്കുക, ഗുണമേന്മയുള്ള സാധനം കഴിക്കുക. അതായത് മായം ചേർക്കാത്ത സാധനം കഴിക്കുക. ചേർക്കണം മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി പിന്നെ ആവശ്യമാണ്. നമ്മൾ കൺമുന്നിൽ കാണിക്കാതെ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കും, കൺമുന്നിൽ കാണിച്ചുകൊണ്ട് ലൈവായിട്ട് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലാണ് മനുഷ്യന് ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ വിശ്വാസവും തൃപ്തിയും ഉണ്ടാകുന്നത്. കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൺമുമ്പിൽ കണ്ടുകൊണ്ട്, അതായത് വിറകടുപ്പിൽ വെക്കുന്ന ഭക്ഷണമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ വിറകടുപ്പിൽ ഫുൾ ടൈം
അവർ ലൈവായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേലായുധേട്ടന് സമയമില്ല, നമ്മളോട് സംസാരിക്കാൻ സമയമില്ല, അത്രയും തിരക്കാണ്. എന്തായാലും ഈ വൈബായ സ്ഥലം നല്ല വൈബാണ്, നാച്ചുറലി ആണ്. ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാൻ കാരണം ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനെല്ലാം നല്ലൊരു സൗകര്യമുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. അപ്പൊ ഇവരുടെ ടീ സ്റ്റാള് വലിയ നിലയിലെത്തട്ടെ അല്ലേ? 3 മാസമായിട്ടുള്ളൂ. മനുഷ്യനും ജീവിക്കാൻ വേണ്ടിയുള്ള കാരണം അവരുടെ എന്താ പറയാ കുടുംബം സംരക്ഷിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഇത് ആർക്കായിട്ടും കിട്ടണം. അപ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നവർക്ക് ഒന്നുകൂടെ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് മുഹമ്മദ് സാദിഖ്, ഞാൻ ആർമിയിലാണ്. സന്തോഷം. ഇന്ന് തിരക്ക് കമ്മിയാണ്. അന്ന് വെള്ളിയാഴ്ച അതുമല്ല മുഹറം. ചായ എങ്ങനെയുണ്ടാക്കോ? ചായ എങ്ങനെയുണ്ട്? നല്ല ചായ ആണല്ലേ? അപ്പൊ സ്ഥിരം വരാറുണ്ട് അങ്ങോട്ട്? സ്ഥിരം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം